ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും തടി വെക്കാൻ സഹായിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് 1 വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികൾക്ക് മുതൽ കഴിക്കാവുന്നതാണ്. പക്ഷേ 1 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കും കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം വളരെ കുറച്ചിട്ട് മാത്രമേ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കുട്ടികൾക്കെല്ലാം കഴിക്കാൻ ഇഷ്ടമായിരിക്കും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾ 1 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഗീൻ്റെ അളവ് വളരെ കുറച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾക്ക് വയറ്റുന്ന പോക്കുണ്ടാവും. നമുക്കെല്ലാം 1 വയസ്സിൻ്റെ മേലുള്ളവർക്കെല്ലാം അങ്ങനെ തന്നെ കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1 2 നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുകിയ തേങ്ങ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പഴുത്ത് തൊലി കറുത്ത് പോയ പഴമെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരം എന്ന് പറയുന്നത് കൽക്കണ്ടം പൊടിച്ചതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഭയങ്കര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ്, കൽക്കണ്ടാണ് കുട്ടികൾക്കെല്ലാം നല്ലത്. ഇനി കൽക്കണ്ടല്ലേ നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പനക്കൽക്കണ്ടല്ലോ അതെല്ലാം യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഹെൽത്തി. പഞ്ചസാര കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ നല്ല മെലിഞ്ഞവരെല്ലാം കുറച്ച് പഞ്ചസാര തിന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് അധികം പഞ്ചസാര യൂസ് ചെയ്താൽ അത് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരേൻ്റെ അളവ് പറഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള മധുരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി പഞ്ചസാര ഇടാണ്ട് തന്നെ നിങ്ങൾക്കിത് തേൻ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാം. പക്ഷേ തേൻ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ വാട്ടിയെടുക്കുന്ന സമയത്ത് തേൻ ഒഴിക്കരുത്. ലാസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം പ്ലേറ്റിൽ ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു ഗീ പഞ്ചസാര, അതായത് പഞ്ചസാരയോ കൽക്കണ്ടോ ശർക്കരയോ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അതും പിന്നെ തേങ്ങയും പഴവും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വലിയ പണിയൊന്നുമുള്ള കാര്യമൊന്നുമല്ല തയ്യാറാക്കിയെടുക്കാൻ. ഇത് ഗീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് നിങ്ങൾക്ക് ഇത് പഴവും തേങ്ങയെല്ലാം ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയം വരെ പാനിലിട്ടിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇല്ലാന്നാണെങ്കിൽ പഴത്തിൻ്റെ കളറ് ജസ്റ്റ് മാറുന്നത് വരെ തയ്യാറാക്കിയെടുക്കാം. ഈ 2 രീതിക്ക് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ടാകുക. അപ്പോൾ ഞാനിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാനിവിടെ സെർവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് 2 രീതിയിലും സെർവ് ചെയ്യുക. നമുക്ക് ഒറ്റ ഇതേ ഉള്ളൂ. ഈ ഒരു ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമ്മുടെ ഗീയിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുകയും ചെയ്യണം. അതാണ് ഈ ഒരു റെസിപ്പീൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഞാനിത് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. ഞാനിതൊരു കപ്പിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ 1 വയസ്സിൻ്റെ മേലെ മുതലുള്ള എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. തടി വെക്കാൻ ഏറ്റവും ബെസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം മധുരത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള എന്ത് മധുരം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ തേന ഇടുന്നതെങ്കിൽ നിങ്ങൾ ആ പാനിൽ തേൻ ഒഴിക്കാൻ പാടില്ല. ഇത് തയ്യാറാക്കി എടുത്തതിന് ശേഷം ഈ പ്ലേറ്റിൽ തേന് മേലെ ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങൾക്ക് കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പീസ് ഒരുപാട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.